കൊല്ലങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ കൂമ്പാരമായിരുന്ന ഒരു കുളം. നാട്ടുകാരുടെ നിരന്തര പരാതിയിൽ കോർപ്പറേഷന് കുളം ഏറ്റെടുത്തു. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിന്നാലെ ആറ്റുകാൽ കല്ലടിമുഖം കുളം പുതിയ മുഖത്തിലേക്ക് മാറി. തിരുവനന്തപുരം ആറ്റുകാൽ കല്ലടിമുഖം കുളത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആദ്യം ഈ കുളത്തിന്റെ 1 വർഷം മുൻപ് വരെയുള്ള സാഹചര്യം ഒന്ന് കണ്ടിട്ട് വരാം. ജലസേചന വകുപ്പിന്റെ കീഴിലായിരുന്ന ഈ കുളം പിന്നീട് നഗരസഭ ഏറ്റെടുത്തു. അതോടുകൂടിയാണ് ഇപ്പോൾ കാണുന്ന നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പഴയ കുളത്തിലെ മലിനീകരണം കാരണം പ്രദേശവാസികൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ നിരവധി. കോർപ്പറേഷൻ ഇടപെടലോടെ കല്ലടിമുഖം കുളം മാറുകയാണ്. കുളം വൃത്തിയാക്കി, ചുറ്റുമതിൽ കെട്ടി, ലൈറ്റുകൾ സ്ഥാപിച്ചു. കരമനയാറും കിള്ളിയാറും കൂടെ യോജിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ കുളം കാട് പിടിച്ചു കിടന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. വഴി പോകുന്ന ആളുകളെല്ലാം ചവറുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു ഇടമായി മാത്രമാണ് അത് കണ്ടിരുന്നത്. അതിനെയാണ് നമ്മളിപ്പോൾ ഇതൊരു കുളമാക്കി വൃത്തിയായി മാറ്റിയിരിക്കുന്നത്. അവിടെ ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും എല്ലാം നടക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് കുളത്തെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ജിമ്മിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ലൈറ്റുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിലും രാവിലെയും നടക്കാൻ വേണ്ടി ഇതിൻ്റെ ചുറ്റും നടപ്പാതയും ഒക്കെ ആയിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം അവർ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഈ പരിസരം കംപ്ലീറ്റ് ഒരു വലിയ കുളമായിരുന്നു. ചെടിയും കാടും എല്ലാം കൂടെ പിടിച്ച് കിടന്നതാണ്. അപ്പോൾ നല്ല ഇതായി, നല്ല ഡെവലപ്പായിട്ടുണ്ട്. നേരത്തെ കിടന്ന് ചവറും കുപ്പയും കൊണ്ടുവന്ന് ഓടി കുളവാടയൊക്കെ പിടിച്ച് കിടന്ന് അതിപ്പോൾ നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി എടുത്തേക്കുന്നു. ഇത്രയും നല്ലതായി, നമ്മളെ നാട്ടിനും നല്ലതായി, നമുക്കും നല്ലതായി, ഞങ്ങളെ പരിസരവും എല്ലാം നല്ല വൃത്തിയായി. ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. കഫറ്റീരിയ, ഗാർഡൻ ഉൾപ്പെടെ നിർമ്മിക്കും. അവ കൂടി പൂർത്തിയാകുമ്പോൾ ആറ്റുകാലിന്റെ പ്രധാന കേന്ദ്രമായി കല്ലടിമുഖം മാറും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.